പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ചെന്തി? അപ്പോൾ പോളണ്ടിനെ പറ്റി പറയണ്ടെന്ന് പറഞ്ഞാലും നമുക്കിന്ന് കുറച്ച് പോളണ്ടിനെ പറ്റി കേട്ടാലോ? എന്താണ് ശരിക്കും പോളണ്ടിൽ സംഭവിച്ചത്? ചേരാൻ പറഞ്ഞ് സോളിഡാരിറ്റി മൂവ്മെന്റ് നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 1980-കളിൽ പോളണ്ടിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു പ്രസ്ഥാനം ഉയർന്നു വന്നു. അതാണ് സോളിഡാരിറ്റി. ഗ്ഡാൻസ്ക് ഷിപ്പ്യാർഡിലെ സാധാരണ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്കായും സ്വാതന്ത്ര്യത്തിനായും ഉയർത്തിയ ശബ്ദമാണിത്. ലേഖ് വലേസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സമരം ഉടൻ തന്നെ മുഴുവൻ രാജ്യത്തെയും സ്വാധീനിച്ചു. അന്ന് പോളണ്ട് കർശനമായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്നു. പക്ഷേ സോളിഡാരിറ്റി ഒരു തൊഴിലാളി സമരം മാത്രമായിരുന്നില്ല, അതൊരു ജനതയുടെ സ്വാതന്ത്ര്യ ഹൃദയമെടുപ്പായിരുന്നു. വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ശബ്ദങ്ങൾ ഒന്നായി ചേർന്നു രാജ്യത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കി. അവസാനം ഈ പ്രസ്ഥാനം തന്നെയാണ് പോളണ്ടിൽ നിന്ന് മാത്രമല്ല കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസത്തിൻ്റെ പതനത്തിനും അതിനെ മുട്ടുമടക്കാനും സഹായിച്ചത്. പോളണ്ടിലെ ജനാധിപത്യത്തിൻ്റെ പുനർജന്മത്തിനും കാരണമായത്. ഇന്ന് ഗ്ഡാൻസ്കിൽ സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ സോളിഡാരിറ്റി സെൻറ്റർ സോളിഡാരിറ്റി പ്രസ്ഥാനത്തിൻ്റെ ആത്മാവിന് ജീവൻ നൽകുന്ന ഒരു മ്യൂസിയമാണ്. പുറത്ത് വലിയ കപ്പൽ ഹാളിൻ്റെ രൂപം, അകത്ത് മനുഷ്യരുടെ പോരാട്ടം, പ്രതീക്ഷ, ധൈര്യം എല്ലാം കഥയായി ഇത് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നു. ഇവിടെ യഥാർത്ഥ ഷിപ്പ്യാർഡ് ഗേറ്റുകളും സമരത്തിൽ ഉപയോഗിച്ചിരുന്ന ബോർഡുകളും തൊഴിലാളികളുടെ കയ്യെഴുത്ത് പത്രങ്ങളും വരെ സൂക്ഷിച്ചിട്ടുണ്ട്. ഓഡിയോ വിഷ്വൽ ഇൻസ്റ്റലേഷനുകൾ യുദ്ധാനന്തര പോളണ്ടിൻ്റെ ജീവിതം, ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തനം, ജനങ്ങളുടെ പ്രതിരോധം എല്ലാം അത്യന്തം അനുഭവകരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു.